ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ക്യാൻവ ഉപയോഗിച്ച് എങ്ങനെ ഈസി ആയിട്ട് ഒരു എഡിറ്റ് സബ്സ്ക്രിപ്ഷൻ ഇല്ലാതെ നമുക്ക് ചെയ്യാൻ നോക്കാം കേട്ടോ. ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഏതൊരു ബിഗിനേഴ്സിനും നമുക്ക് ഈ വീഡിയോ കണ്ടിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. സ്റ്റെപ്പ് 1, കട്ടൗട്ട് എങ്ങനെ ചെയ്യാം. കട്ടൗട്ട് ചെയ്യണത് ഈസിയാണ്. മീൻസ് പല ആപ്പിലും കട്ടൗട്ടിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ടാവും, പക്ഷേ സബ്സ്ക്രിപ്ഷൻ ഉണ്ടായവർക്കേ അത് ചെയ്യാൻ കഴിയുള്ളൂ. ക്യാൻവയിലും കട്ടൗട്ടിൻ്റെ ഓപ്ഷൻ ഉണ്ട്, സബ്സ്ക്രിപ്ഷൻ ഉള്ളവർക്കേ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ സബ്സ്ക്രിപ്ഷൻ ഇല്ലാത്തവർക്ക് നമുക്ക് ചെയ്യാവുന്നത് ഫ്രീ ആയിട്ട് ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. അതായത് ആപ്പ് സ്റ്റോറിലായാലും പ്ലേ സ്റ്റോറിലായാലും നമുക്ക് പോയിട്ട് ഫ്രീ ആയിട്ട് ഏതെങ്കിലും ബാക്ക്ഗ്രൗണ്ട് റിമൂവർ ആപ്പ് ഉണ്ടെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ജസ്റ്റ് ഫോട്ടോ ഓപ്പൺ ചെയ്യുക, ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുക, സേവ് ചെയ്യുക. സ്റ്റെപ്പ് 2, ക്യാൻവ ഉപയോഗിച്ച് എങ്ങനെ ഒരു ടെംപ്ലേറ്റ് ഡിസൈൻ ചെയ്തെടുക്കാമെന്ന് നോക്കാം. ആദ്യം കസ്റ്റം സൈസിൽ പോയിട്ട് സൈസും കാര്യങ്ങളും സെറ്റ് ചെയ്യുക. A4 സൈസ് ആണെങ്കിൽ അതിൻ്റെ വിഡ്ത്തും ലെങ്ത്തും, ഇഞ്ചിലാണെങ്കിൽ ഇഞ്ചിൽ, സെൻറ്റിമീറ്ററിലാണെങ്കിൽ സെൻറ്റിമീറ്ററിൽ മാറ്റി കൊടുത്തിട്ട് നമുക്ക് ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു A4 പേജ് ഓപ്പൺ ചെയ്തെടുക്കാം. ഇനി അതിലേക്കാണ് നമ്മൾ ക്രിയേറ്റിവിറ്റി മുഴുവൻ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം എലമെൻറ്റ്സിൽ പോയിട്ട് ജസ്റ്റ് ഫോട്ടോസ് ആണെങ്കിൽ നമ്മൾ ആഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ എലമെൻറ്റ്സിൽ പോയിട്ട് അതിൻ്റെ അടിയിൽ ഗ്രിഡ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അപ്പോൾ അതിൽ നമുക്ക് കുറേ കൊളാഷസ് കാണാം. അപ്പോൾ കൊളാഷസിൽ നമുക്ക് ഏതെങ്കിലും ഒരു കൊളാഷ് സെലക്ട് ചെയ്യാം. നമ്മൾ 4 ഫോട്ടോസ് ആഡ് ചെയ്യാൻ കാണുന്ന ഒരു കൊളാഷാണ് ഞാൻ അവിടെ സെലക്ട് ചെയ്തത്. അത് ഓപ്പൺ ചെയ്ത് വന്നിട്ട് നമുക്കത് ഏത് പൊസിഷനിലാണോ വേണ്ടത് അവിടേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഓരോ ഫോട്ടോൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്തിട്ട് റീപ്ലേസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അടിയിൽ. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഗാലറി പോയിട്ട് ഏത് ഫോട്ടോ ആണോ ആഡ് ചെയ്യേണ്ടത് അത് ഓപ്പൺ ചെയ്ത് വരാം. അങ്ങനെ 4 ഫോട്ടോ ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഫോട്ടോസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അതിൻ്റെ പൊസിഷൻ ശരിയല്ലെങ്കിൽ ഫോട്ടോസിൻ്റെ തല ഒന്നും കാണുന്നില്ല, അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് ക്രോപ്പ് പോയിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ അത് സെറ്റാക്കണം. ഇനി അടുത്തത് നമുക്ക് ചെയ്യാവുന്നത് നമ്മൾ നേരത്തെ സേവ് ചെയ്ത് വെച്ച കട്ടൗട്ട് ഉണ്ടല്ലോ, അത് കൊണ്ടുവരാമെന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ ചെയ്ത് വെച്ച കട്ടൗട്ട് നമുക്ക് ക്യാമറ റോളിൽ പോയിട്ട് ഗാലറിയിൽ നിന്ന് എടുത്തുകൊണ്ട് വരാം. അത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എവിടെയാണോ വെക്കണത് അവിടെ സെറ്റ് ചെയ്ത് ഇത് വെക്കാം. ഇനി ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യണം. അപ്പോൾ എനിക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് അട്രാക്റ്റീവായിട്ട് തോന്നുന്നില്ല. അപ്പോൾ ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാൻ പോകാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഞാൻ ആ ബാക്ക്ഗ്രൗണ്ടിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിപ്ലേസിൽ പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് മാറ്റി കൊടുക്കാം. സ്റ്റെപ്പ് 3, എങ്ങനെ ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യാമെന്ന് നോക്കാം. ഇത് ഈസിയായ മെത്തേഡാണ്. അത് ടെക്സ്റ്റിൻ്റെ അവിടെ പോയിട്ട് ആഡ് ഹെഡിങ്ങിൻ്റെ ആണ് നിങ്ങൾക്ക് എന്താണോ ടൈപ്പ് ചെയ്യേണ്ടത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ എൻ്റെ സൈസ്, ഫോണ്ട്, കളറൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ബോൾഡായാലൊരു ഫോണ്ടാണ് കൊടുത്തത്. പിന്നെ അതിൻ്റെ കളറ് മാറ്റിക്കണ്, എഫക്റ്റ് ഞാൻ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് ചേഞ്ച് ചെയ്ത് കൊടുത്തേക്കാണ്. അങ്ങനെ നമുക്ക് ഫോണ്ട് അങ്ങനെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ തന്നെ രണ്ടാമത്തെ ഫോണ്ടും ചെയ്തെടുക്കാം. അപ്പോൾ ഫസ്റ്റ് ബോൾഡാണ്, ഞാൻ രണ്ടാമത്തെ കേഴ്സീവാണ് കൊടുത്തത്. അങ്ങനെ കുറച്ച് അട്രാക്റ്റീവ് ആവും അങ്ങനെ കൊടുത്താൽ. അപ്പം നിങ്ങൾക്ക് താല്പര്യം അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടത്തിനുള്ള ഫോണ്ട് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോ ടെംപ്ലേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ.